തൃശൂർ ആനക്കല്ലിൽ യുവതിയെ കഴുത്തു ഞെരിച്ചു കൊന്ന ഭർത്താവ് കസ്റ്റഡിയിൽ. ഒളിവിലായിരുന്ന ശിവപ്രസാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആവണിശ്ശേരി സ്വദേശി ഉണ്ണിമായെയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, എന്താണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് തൃശൂർ ആനക്കല്ലിൽ ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സംശയത്തിന്റെ പേരിൽ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശിവപ്രസാദും ഒപ്പം തന്നെ ഉണ്ണിമായയും രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഉണ്ണിമായ വിഷുവൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു 3-4 ദിവസം മുൻപാണ് തിരികെ ശിവപ്രസാദിന്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെയും പലതവണ ഇത്തരത്തിൽ തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇരുവരും ജോലി ചെയ്യുന്നവരാണ്. ശിവപ്രസാദ് തൃശൂർ ടൗണിൽ ഒരു പച്ചക്കറി സ്റ്റാൾ നടത്തുന്നു. ഒപ്പം തന്നെ ഉണ്ണിമായ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ രാവിലെ ഈ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോഴാണ് ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടാകുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ കൊലപാതകം. കഴുത്ത് ഞെരിച്ച് ശിവപ്രസാദ് ഭാര്യയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ശിവപ്രസാദിന്റെ അമ്മയോട് ഇയാൾ വന്ന് താൻ ഭാര്യയെ കൊന്നു എന്ന് പറയുകയായിരുന്നു. തുടർന്നാണ് ഈ അമ്മ പുറത്തേക്ക് ബഹളം വെച്ചുകൊണ്ട് ഓടി വന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്. നാട്ടുകാരൊക്കെ ഓടിയെത്തിയപ്പോഴേക്കും ഉണ്ണിമായ അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണിമായ മരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ശിവപ്രസാദ് ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു, ഒളിവിൽ പോകുകയായിരുന്നു. പിന്നീട് പോലീസ് ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചപ്പോഴാണ് അയ്യന്തോൾ ഭാഗത്തേക്ക് ഇയാൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പിന്നീട് ഏകദേശം ഉച്ചയോടെ 12:30 അയ്യന്തോളുള്ള വക്കീൽ ഓഫീസിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം, സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് ഏത് സാഹചര്യത്തിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം ഇന്ന് രാവിലെയാണ് നടന്നത്. ഇയാളുടെ ചോദ്യം ചെയ്യൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ, നിതിൻ സേവ്യർ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.